ബട്ട് ഐ ക്യാൻ. കൂട്ടിക്കൊടുക്കാം, കുതികാലി വെട്ടാം, എന്തും. ഈ സൂര്യന് ചുവട്ടില് എന്ത് നെറുകേടിനുമാവും ബലരാമൻ. മോദിയുടെ പ്രസംഗത്തിലെ വാചകങ്ങൾ ഞാനൊന്ന് വായിക്കാം. രാജ്യത്തിന്റെ സമ്പത്തിന്റെ ആദ്യ അവകാശികൾ മുസ്ലിങ്ങളാണ് എന്ന് കോൺഗ്രസിന്റെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ സ്വത്തുക്കളെല്ലാം ഒരുമിച്ച് കൂട്ടി കൂടുതൽ മക്കളുള്ളവർക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും നൽകുമെന്നാണ് അതിനർത്ഥം. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തുക്കൾ നുഴഞ്ഞുകയറ്റക്കാർക്ക് നൽകണോ? ഇത് നിങ്ങൾക്ക് അംഗീകരിക്കാനാകുമോ? അമ്മമാരുടെയും പെൺമക്കളുടെയും സ്വർണ്ണങ്ങളുടെ കണക്കെടുത്ത് വിതരണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറയുന്നത്. നിങ്ങളുടെ താലിമാലയെപ്പോലും ഈ അർബൻ നക്സലുകൾ വെറുതെ വിടില്ല. ഇത് വിഭജനമുണ്ടാക്കുന്ന, ഭിന്നിപ്പുണ്ടാക്കുന്ന പ്രസംഗമല്ലേ? നിങ്ങളൊരു കഴുകനാണ്, ശവത്തിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന കഴുകൻ. ശ്രീ സന്ദീപ് വാര്യർ, അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ന്യൂനപക്ഷമായ മുസ്ലിം വിഭാഗത്തെ കൂടുതൽ മക്കളുള്ളവരായും നുഴഞ്ഞുകയറ്റക്കാരായും കാണുന്നു എന്ന് പറഞ്ഞാൽ താങ്കൾ അത് ശരിവെക്കുമോ? നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? ഈ പ്രസംഗത്തിന്റെ ആധാരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മൻമോഹൻ സിംഗ് നടത്തിയിട്ടുള്ള പ്രസംഗമാണ്. മൻമോഹൻ സിംഗ് നടത്തിയ ഒരു പ്രസംഗമല്ല, UPA സർക്കാരിൽ പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള 4 or 5 പ്രസംഗങ്ങളിൽ കോൺഗ്രസിന്റെ നയം എന്താ? കോൺഗ്രസിന്റെ നയം മൻമോഹൻ സിംഗ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മൈനോറിറ്റി എന്ന് പറയുമ്പോൾ മൈനോറിറ്റികളിൽ ചില വിഭാഗങ്ങൾ, അതായത് സിഖുകാരും ജൈനരും ക്രൈസ്തവരും അടക്കമുള്ള ചില വിഭാഗങ്ങൾ, അവർ സാമൂഹ്യമായി ഉയർന്നതാണ്. അവർക്ക് ഇത്തരത്തിലുള്ള സഹായത്തിന്റെ ഒന്നും ആവശ്യമില്ല. പർട്ടിക്കുലർലി മുസ്ലിംസിനാണ് സഹായം ആവശ്യമുള്ളത്, മുസ്ലിങ്ങൾക്കാണ് സഹായം ആവശ്യമുള്ളത്. ഒരു തവണയല്ല, 4 or 5 തവണ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ്. അത് മാത്രമല്ല, സമ്പത്തിന്റെ വിതരണത്തിൽ ആദ്യാവകാശികൾ പർട്ടിക്കുലർലി മുസ്ലിംസ്. നിങ്ങൾ BJP ഹാൻഡിലുകളിൽ മൻമോഹൻ സിംഗ് 2006 December 9 നടത്തിയ പ്രസംഗത്തിന്റെ 22 സെക്കൻഡുള്ള വീഡിയോയാണല്ലോ എക്സിൽ പങ്കുവച്ചിട്ടുള്ളത്. അതിൽ നിങ്ങൾ പറയുന്നത് ചില പ്രത്യേക ഭാഗമാണ്. രാജ്യത്തിന്റെ സമ്പത്തിന്റെ ആദ്യ അവകാശികൾ മുസ്ലിങ്ങളാണ് എന്നൊരു പ്രസ്താവന മൻമോഹൻ സിംഗ് തന്റെ പ്രസംഗത്തിൽ നടത്തിയിട്ടില്ല. കോൺഗ്രസ് പ്രകടന പത്രികയിലും മോദി ഉന്നയിക്കുന്ന ഈ പരാമർശമില്ല. ദേശീയ വികസന കൗൺസിൽ യോഗത്തിൽ മൻമോഹൻ സിംഗ് നടത്തിയ പരാമർശത്തിൽ അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ പദ്ധതി മുൻഗണനകളുടെയും വിഭവ വിതരണത്തിന്റെയും കാര്യത്തിൽ രാജ്യത്തെ പാർശ്വവൽകൃത വിഭാഗങ്ങൾ നേരിടുന്ന അസമത്വത്തെക്കുറിച്ചുള്ള പ്രസംഗമായിരുന്നു അത്. ആ പ്രസംഗത്തിൽ പട്ടികജാതി, പട്ടികവർഗം, സ്ത്രീകൾ, കുട്ടികൾ, ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷം എന്നിവർ അവഗണന നേരിടുന്നു എന്ന കൃത്യമായ വസ്തുതയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗം മാത്രം എടുത്തുകൊണ്ട് മോദി ആയാലും അമിത്ഷാ ആയാലും പ്രസംഗിക്കുന്നത്, അതും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്, എന്തുദ്ദേശത്തിലാണ്? ഇവിടെ എന്താണ് കോഡ് ഓഫ് കണ്ടക്ട്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൻമോഹൻ സിംഗ് എന്താ പറയുന്നത്? ഇന്ത്യയിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ചില ആളുകൾ, ആ ചില ഗ്രൂപ്പുകൾ എല്ലാം നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്, അവർക്കെല്ലാം വികസനം എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെല്ലാം നന്നായി പെർഫോം ചെയ്യുന്നവരാണ്. മുസ്ലിംസിനാണ് പിന്നോക്കാവസ്ഥയുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി ചില പ്രത്യേക കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. ഒരു തവണയല്ല, ഏകദേശം 4 സ്പീച്ചുകൾ ഇതടക്കം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഈ പർട്ടിക്കുലർലി മുസ്ലിംസ് എന്തിനാണ് ഒരു പ്രധാനമന്ത്രി എടുത്തു പറയുന്നത്? അദ്ദേഹത്തിന് വേണമെങ്കിൽ എല്ലാ മൈനോറിറ്റി ഗ്രൂപ്പ്സിനെ കുറിച്ച് പറയാമല്ലോ. മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചില കാര്യങ്ങൾ പറയും. കോൺഗ്രസിന്റെ ഇതേ നയം. നിങ്ങൾ എക്സിൽ പങ്കുവെക്കുന്നത് ഒരു പ്രസംഗം, ആദ്യം ഒരു പ്രസംഗം എന്ന് പറയുക, പിന്നീട് 4 ഉണ്ട് എന്ന് പറയുക, നിങ്ങൾക്ക് തോന്നുന്ന ഘട്ടത്തിൽ തോന്നുന്ന രൂപത്തിൽ അവതരിപ്പിക്കുക. ഇതേ രീതിയിൽ തന്നെയാണ് മുൻപ് ഒരു തിരഞ്ഞെടുപ്പിൽ ഇതേപോലെ മൻമോഹൻ സിംഗിനെതിരെ നരേന്ദ്രമോദി പ്രചാരണത്തിൽ പറഞ്ഞിട്ടുണ്ട്, പാകിസ്ഥാനുമായി ഗൂഢാലോചന നടത്തി ഈ രാജ്യത്തിനെതിരെ എന്ന്. അതങ്ങനെ പ്രസംഗിക്കുകയും അത് തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ഒരിടത്തും രണ്ടിടത്തുമല്ല പ്രസംഗിച്ചത്. പിന്നീട് തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വെറുതെ പറഞ്ഞതാണെന്ന്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് പറയുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമല്ല ഇത്. അതിന്റെ ഉത്തരവാദിത്തോടു കൂടി തന്നെ പറയൂ. മൻമോഹൻ സിംഗിന്റെ പ്രസംഗത്തിൽ അങ്ങനെ മുസ്ലിം വിഭാഗം എന്ന് മാത്രമായിട്ട് എവിടെയുമില്ല. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇല്ല, മറ്റു ന്യൂനപക്ഷങ്ങളെ കൂടി പറയുന്നുണ്ട്, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. പർട്ടിക്കുലർലി മുസ്ലിംസ് എന്തിനാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്? മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായി എന്തിനാണ് എടുത്തു പറയുന്നത്? എന്തിനാണ് കോൺഗ്രസ് ഈ മുസ്ലിം വിഭാഗത്തെ കൂടുതലായി പരിഗണിക്കുന്നത്? തുല്യമായി പരിഗണിച്ചുകൂടെ? ഈ കോൺഗ്രസിന്റെ ഇതേ നയമാണ് കേരളത്തിൽ നടപ്പാക്കിയത്. 80-20 ഇത് നരേന്ദ്രമോദി മാത്രം പറഞ്ഞതാണ്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ലോക്സഭയുടെ മേശപ്പുറത്ത് വച്ചതിന്റെ തൊട്ടടുത്ത ദിവസം നടത്തിയ പ്രസംഗമാണ്. ആ റിപ്പോർട്ടിൽ എന്താണുള്ളത്? പറയാമോ? ഞാൻ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ വന്നിരുന്ന ആളല്ല. അല്ലാതെ അറിയാഞ്ഞിട്ടല്ല അല്ലേ?
ഞാൻ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ വന്നിരുന്ന ആളല്ല. അങ്ങനെ ഞാൻ പറയരുത്. പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞ നിങ്ങൾക്ക് കാര്യങ്ങളെ വസ്തുത നിങ്ങൾക്ക് ജനങ്ങളെ തോന്നുന്ന പോലെ ബോധ്യപ്പെടുത്താനാണ് അടർത്തിയെടുത്ത് പറയാവുന്നതല്ലല്ലോ. ഞാൻ അങ്ങനെ പറയും. ഇല്ല, അങ്ങനെ പറഞ്ഞുകൂടാ. അങ്ങനെ പറയുമ്പോൾ അർത്ഥം മാറും. പച്ച തെറിയേക്കണ്ടെങ്കിൽ ഇറങ്ങി പൊയ്ക്കോ. അങ്ങനെ ഞാൻ പറയരുത്. പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞ നിങ്ങൾക്ക് കാര്യങ്ങളെ വസ്തുത നിങ്ങൾക്ക് ജനങ്ങളെ തോന്നുന്ന പോലെ ബോധ്യപ്പെടുത്താനാണ് അടർത്തിയെടുത്ത് പറയാവുന്നതല്ലല്ലോ. ഞാൻ അങ്ങനെ പറയും. ഇല്ല, അങ്ങനെ പറഞ്ഞുകൂടാ. അങ്ങനെ പറയുമ്പോൾ അർത്ഥം മാറും. നിങ്ങൾ മൻമോഹൻ സിംഗ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയരുത്. മൻമോഹൻ സിംഗ് ഒരു പ്രസംഗത്തിലല്ല 4 or 5 പ്രസംഗത്തിൽ ഈ രാജ്യത്ത് മുസ്ലിം വിഭാഗത്തിന് മാത്രമാണ് ആനുകൂല്യങ്ങൾ കിട്ടേണ്ടത്, അവരാണ് സമ്പത്തിന്റെ ആദ്യാവകാശികൾ. ഒരു തവണയല്ല 4 or 5 തവണ പറഞ്ഞു. അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യം ജയിലിൽ സിഖുകാർ. ഞാൻ വായിച്ചുതരാം. താങ്കൾ കളവാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ടില്ല. ജിയ ജലേ ജാ ജലേ മൂഞ്ചല്ലേ മൂഞ്ചിച്ചല്ലേ ജിയ ജലേ. ഇല്ല, ഞാൻ വായിച്ചുതരാം. താങ്കൾ കളവാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ടില്ല. മുസ്ലിങ്ങൾ മാത്രമാണ് ഒരു എന്ന് എവിടെയും അവതാരികയാണെന്ന് പറഞ്ഞിട്ടില്ല. എവിടെ നിന്ന് എടുത്തു തരുന്നതാണ് ഞാൻ പറയുന്നത്? കളവ് പറയുന്നു എന്ന് പരിസ്ഥിതിക്ക് ഞാൻ ഈ ചർച്ചയിൽ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, കളവാണ് പറയുന്നത്. നിങ്ങൾ പറയുന്നത് ഞാനിപ്പോ എടുത്തു കളവാണ്. തരാന്നേ. പ്രസംഗത്തിന്റെ വസ്തുത പ്രധാന വളച്ചൊടിച്ചുകൊണ്ട് പറയുകയാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. സ്മൃതി, ഭാഷ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒരു ഭാഷയ്ക്ക് ഒരു കുഴപ്പമില്ല. ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു പ്രതിനിധി പറയുന്നത് ഭാഷയ്ക്ക് ഒരു കളവാണെന്ന് കുഴപ്പമില്ല, ശ്രീ ബോധ്യം സന്ദീപ് വാര്യർ. അങ്ങനെ പറയരുത്. നല്ല കുഴപ്പമുണ്ട്. നിങ്ങൾ നല്ല ദുരുദ്ദേശത്തോടു കുഴപ്പമുണ്ട്. കൂടി ഈ തെരഞ്ഞെടുപ്പ് നല്ല ഘട്ടത്തിൽ കുഴപ്പമുണ്ട്. നല്ല കുഴപ്പമുണ്ട്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ദുരുദ്ദേശത്തോടു കൂടി ചില കാര്യങ്ങൾ വളച്ചൊടിച്ച് സ്മൃതി, പ്രസംഗിക്കുന്നു ദയവേത് എന്ന് പറയുന്നു. തടസ്സപ്പെടുത്തരുത്. ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ അയച്ചു തരാം. എന്റെ കയ്യിൽ സ്മൃതിയുടെ വാട്സ്ആപ്പ് നമ്പർ ഇല്ല. ഉണ്ടെങ്കിൽ ഞാൻ അയച്ചു തരുമായിരുന്നു. എന്റെ കയ്യിൽ സ്മൃതിയുടെ വാട്സ്ആപ്പ് നമ്പർ ഇല്ല. ഉണ്ടെങ്കിൽ ഞാൻ അയച്ചു തരുമായിരുന്നു. എന്റെ കൈവശം പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് നടത്തിയിട്ടുള്ള 4 പ്രസംഗങ്ങളുടെ ഫുൾ ടെക്സ്റ്റ് ഇരിക്കുന്നുണ്ട്. ആ 4 ഞാൻ ഇപ്പൊ വായിച്ചു തരാം. നിങ്ങൾ കേട്ടോ. 2006 December 27. Some minorities in India have done better than others. For example, in India, minority communities like the Jains and the Sikhs have fared relatively well from the process of social and economic development. However, other minorities, especially the Muslim community in certain parts of our country, have not had an equal share of the fruits of development. എന്തേ കോൺഗ്രസുകാർക്ക് മുസ്ലിം മൈനോറിറ്റിയുടെ കാര്യത്തിൽ മാത്രം താല്പര്യം? ബാക്കിയുള്ള അതാണ് ശ്രീ സന്ദീപ് വാര്യർ ഞാൻ പറഞ്ഞത്. താങ്കൾ ഈ പറയുന്നത് ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പാർലമെന്റിൽ വച്ചതിനു ശേഷം അദ്ദേഹം നടത്തിയ പ്രസംഗമാണ്. ആ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അവസ്ഥ ഇവിടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ താഴ്ന്ന നിലവാരത്തിലാണ്. ഇല്ല, മുസ്ലിം വിഭാഗം എന്ന് മാത്രം എടുത്തു പറഞ്ഞിട്ടില്ല. പാണ്ഡണ്ണായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. സ്മൃതി, ഞാൻ ഇരിക്കുന്നില്ല കേട്ടോ. നിങ്ങൾ ഈ അസോസിയേഷൻ സോറി. താങ്കൾ പറഞ്ഞു 4. ഇല്ലില്ല, അങ്ങനെ പെരുമാറരുത് സന്ദീപ് വാര്യർ. നമ്മൾ തമ്മിൽ ഇവിടെ ഒരു തർക്കവും ഉണ്ടായിട്ടില്ല. സന്ദീപ്, ഒരു തർക്കവും ഉണ്ടായിട്ടില്ല. ശരി, പോയിക്കോളൂ. ഞാൻ പോകുന്നു. ബൈ ബൈ. ഓ, രക്ഷപ്പെട്ടു. ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നു. ഇതാണല്ലോ ചെയ്ത കുറ്റം. നിന്റെ തള്ളയ്ക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ കേട്ടോടാ.